ഇവിടെ ഒരു വിഷയം ഈ ജാമ്യ വിധി വളരെ ഒരു 90 പേജിലധികം വരുന്ന ഒരു വിധിയാണ് ഇത് എഴുതിയിട്ടുള്ളത്. അതുകൊണ്ടായിരിക്കാം നിയമമന്ത്രി പറയുന്നത് ഇത് സുപ്രീം കോടതി വിധിയുടെ അല്ലെങ്കിൽ അപ്പീൽ കോടതി വിധിയുടെയൊക്കെ ഒരു സ്വഭാവം ഇതിനുണ്ടെന്നുള്ളതിന്റെ വലിപ്പം നോക്കിക്കൊണ്ടായിരിക്കാം. പക്ഷെ ആ വലിപ്പത്തിലേക്ക് വരുന്നതിന്റെ കാരണം ഈ കേസിലെ പ്രത്യേകപരമായ ഒരു കോംപ്ലിക്കേഷൻസ് കൂടി ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇവിടെ എന്താണ് കോടതി പറഞ്ഞിട്ടുള്ളത് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഒന്ന്, തന്ത്രിക്കെതിരെ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ, ഇപ്പൊ നടന്നിട്ടുള്ള ക്രൈമിൽ തന്ത്രിയെ ഇവർ കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് തന്ത്രിയുടെ ആ പോസ്റ്റ് വെച്ചുകൊണ്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കോടതിക്ക് പരിശോധിക്കേണ്ടി വരും തന്ത്രി എന്നുള്ള നിലക്ക് ഈ ആരോപിതനായ വ്യക്തിക്ക് എത്രത്തോളം ഈ പറഞ്ഞ ക്രൈം നടന്ന ഈ ട്രാൻസാക്ഷൻ ഇൻവോൾവ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. അവിടെ കോടതി പരിശോധിക്കേണ്ടത് തന്ത്രിയുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, തന്ത്രിയുടെ കർമ്മമണ്ഡലം എന്താണ്, ഒരു തന്ത്രി എന്നുള്ള നിലക്ക് ആ ക്ഷേത്രത്തിന്റെ എന്തൊക്കെ ഉത്തരവാദിത്തങ്ങൾ അദ്ദേഹത്തിനുണ്ട്, ഇതൊക്കെയാണ് കോടതി പരിശോധിക്കുക. അത് നിലവിലുള്ള അവരുടെ ഗ്രന്ഥങ്ങളും അതുപോലെ തന്നെ ഈ ബന്ധപ്പെട്ട സംഹിതകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പരിശോധിച്ചതിന്റെ ആണ് കുറെ അധികം പേജുകൾ അതിനു വേണ്ടിയിട്ടാണ് കോടതി ചെലവാക്കിയിട്ടുള്ളത്. അത് മുഴുവൻ പരിശോധിച്ചുകൊണ്ടാണ് കോടതി പറയുന്നത് തന്ത്രിക്ക് ശബരിമലയുടെ അഡ്മിനിസ്ട്രേറ്റീവ് രംഗത്ത് യാതൊരു റോളും ഇല്ല. മറിച്ചൊരു ഒപ്പീനിയൻ കൊടുത്തിട്ടുള്ളത് പറയുന്നുണ്ട്, ഇതില് ഈ ചെമ്പ് തെളിഞ്ഞ് സ്വർണത്തിന്റെ അളവ് കുറഞ്ഞു തുടങ്ങിയത് കൊണ്ട് അതൊന്ന് സ്വർണം പൂശുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഒപ്പീനിയൻ മാത്രമാണ് തന്ത്രി കൊടുത്തിട്ടുള്ളത്. എന്നാൽ അതിന്റെ പുറത്ത് നടന്നിട്ടുള്ള ക്രൈമിലോ അല്ലെങ്കിൽ മറ്റു കോൺസ്പിറസി പാർട്ടിലോ തന്ത്രിക്ക് ഇൻവോൾവ്മെന്റ് ഉള്ളതായിട്ടുള്ള ഒരു മെറ്റീരിയൽസും പ്രോസിക്യൂഷൻ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ തരത്തിലുള്ള ഒരു പരിശോധനയാണ് കോടതി നടത്തിയിട്ടുള്ളത്. അതൊന്നും ഒരു വിചാരണ കോടതിയുടെ ഭാഗത്തുനിന്ന് വലിയ അക്ഷന്തരീയമായ തെറ്റാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പിന്നെ മറ്റൊരു കാര്യം, ഇപ്പോൾ അപ്പീൽ പോകാൻ സർക്കാർ ധൃതി കൂട്ടുന്നതിന്റെ അപ്പീൽ പോകുമെന്ന് വാശി പിടിക്കുന്നതിന്റെ കാര്യം ഇതിൽ വന്നിട്ടുള്ള ഒബ്സർവേഷൻസ് ആണ്. ഈ ഒബ്സർവേഷൻസ് ഒന്നും തന്നെ വിചാരണ സമയത്ത് വിചാരണ കോടതിയെയോ അതല്ലെങ്കിൽ ഈവൻ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറെ പോലെയും ഇതൊന്നും ബാധിക്കേണ്ട കാര്യമില്ല. നിരന്തരമായി സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒക്കെ പറഞ്ഞിട്ടുണ്ട്, ജാമ്യവിധിയിൽ പറയുന്ന ഒരു ഒബ്സർവേഷൻസോ അല്ലെങ്കിൽ അതിൽ പറയത്തുള്ള ഒരു ഒബ്സർവേഷൻസോ അതിൽ പരാമർശിച്ചിട്ടുള്ള ഒരു പരാമർശങ്ങളോ ഒന്നും തന്നെ വിചാരണ സമയത്ത് വിചാരണ കോടതിയെയോ അതല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയോ സ്വാധീനിക്കേണ്ട കാര്യം അവർക്ക് ബൈൻഡിങ് അല്ല. അതൊന്നും ബൈൻഡിങ് അല്ല. അതെല്ലാം ഒരുതരം ഒബിറ്റർ പോലെയുള്ള ഒബ്സർവേഷൻസ് മാത്രമാണ്. അതൊന്നും ബൈൻഡിങ് നാച്ചുറൽ ഇല്ല എന്ന് വളരെ വ്യക്തമായി സുപ്രീം കോടതി വിധി പറഞ്ഞിട്ടുണ്ട്. പിന്നെ പരാമർശങ്ങൾ നീക്കി കിട്ടാൻ വേണ്ടി അപ്പീൽ പോകുന്നു എന്നൊക്കെ പറയുന്നത് സത്യത്തിൽ ഒരു സാങ്കേതികമായ ഒരു കീഴ്വഴക്കങ്ങളായി മാത്രമേ അല്ലെങ്കിൽ ഒരു ഗിമ്മിക്കായിട്ട് മാത്രമേ ടു ദ ലീസ്റ്റ് അത് പറയാൻ കഴിയുള്ളൂ. അതിലൊന്നും പ്രത്യേകിച്ച് യാതൊരു സാധ്യതയുമില്ല. ഈ പരാമർശങ്ങൾ നീക്കിയാലും ഇല്ലെങ്കിലും ഇതൊന്നും തന്നെ ലീഗലി എൻഫോഴ്സിബിൾ ആയിട്ടുള്ള കാര്യങ്ങളായി ഇങ്ങനെ ജാമ്യവിധിയിൽ ആ കോടതി ഇത്തരം ഇങ്ങനെ ഒരു പരാമർശം നടത്തിയതുകൊണ്ടോ ഒബ്സർവേഷൻ നടത്തിയതുകൊണ്ടോ അത് വിചാരണ ഒരു തരത്തിലും ബാധിക്കില്ല, പ്രോസിക്യൂഷനെയും ഒരു തരത്തിൽ ഇൻവെസ്റ്റിഗേഷനെയും അത് ബാധിക്കില്ല. മാത്രവുമല്ല, ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചുള്ള പിഴവുകൾ പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന്